ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങൾക്കറിയാമോ? ഹലോ, ഞാൻ അശ്വതി ഫ്രം ആലപ്പുഴ ടു കിവി ലാൻഡ്. അപ്പം നമ്മൾ നമ്മുടെ രാജ്യം വിട്ടിട്ട് വേറൊരു രാജ്യത്തോട്ട് വരുമ്പം നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ കാണത്തില്ലേ? അതായത് ഒരു നല്ല ജോലി, നല്ല ശമ്പളം, മൊത്തത്തിലൊരു ബെറ്റർ ലൈഫ് അല്ലേ? അപ്പം ന്യൂസിലാൻഡ് നിങ്ങളുടെ ലിസ്റ്റ് ഓഫ് കൺട്രീസിലുണ്ടെങ്കിൽ നിങ്ങളൊരു അഡ്വാൻറ്റേജും കൂടെ ആ പോയിൻറ്റേഴ്സിൽ ആഡ് ചെയ്യാം കേട്ടോ. അതാണ് വർക്ക് ലൈഫ് ബാലൻസ്. ഇപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ വർക്ക് മാത്രമല്ല, നമ്മൾ ഈ കൺട്രിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫും ഈക്വലി എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ രാജ്യത്താണെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഒരു ഏലിയനേറ്റഡ് കോൺസെപ്റ്റാണല്ലേ. അതായത് ഒരു മോഡൽ എംപ്ലോയി എന്ന് പറയുന്നത് നേരത്തെ ജോലിക്ക് വരണം, സമയം കഴിഞ്ഞാലും ഒരു ബെനിഫിറ്റ്സും അഡ്വാൻറ്റേജും ഇല്ലാതെ ഓവർ ടൈം ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെയൊക്കെ. പക്ഷേ ന്യൂസിലാൻഡ് അങ്ങനെയല്ല. ഒരു ശരാശരി ഫുൾ ടൈം എംപ്ലോയി 38 മുതൽ 40 മണിക്കൂറാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഈ 40 മണിക്കൂറിൽ ഒരു എക്സ്ട്രാ ഒരു സെക്കൻഡ് പോലും നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിപ്പം നമ്മൾ ഓഫീസിൽ 8 മണിക്ക് കാലത്ത് പോയി കഴിഞ്ഞാൽ 5 മണിയാണ് നിങ്ങളുടെ കോൺട്രാക്റ്റിൽ എഴുതിയിരിക്കുന്നത്, 5 മണിക്ക് നിങ്ങൾക്ക് ഇറങ്ങാം. അതിപ്പോൾ നമ്മുടെ ബോസ് അവിടെ ഇരിക്കുവാണെങ്കിലോ CEO പോലും ഇരിക്കുവാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ജോലി ചെയ്യുക, നമ്മൾ ഇറങ്ങിപ്പോകുക, അത്ര തന്നെ. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഓവർ ടൈം ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ ബോസ് റിക്വസ്റ്റ് ചെയ്തിട്ട് നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഓവർ ടൈം വർക്ക് ചെയ്താൽ മതി. അങ്ങനെ ഓവർ ടൈം വർക്ക് ചെയ്താൽ പോലും നിങ്ങൾക്ക് ആ ചെയ്യുന്ന ജോലീൻ്റെ ശമ്പളം കിട്ടും. അതായത് നിങ്ങളുടെ എവറി സെക്കൻഡ് ഇവിടെ വാല്യൂബിൾ ആണ് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പം ഈ അഡ്വാൻറ്റേജസ് അല്ലാതെ വേറെയും കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ഒരു വർഷത്തിൽ 20 ഡേയ്സ് നിങ്ങൾക്ക് ലീവ് കിട്ടും, ആനുവൽ ലീവ് കിട്ടും. പിന്നെ സിക്ക് ലീവ്സ് ഉണ്ട്, 10 ദിവസം സിക്ക് ലീവ് ഉണ്ട്, പെയ്ഡ് സിക്ക് ലീവാണ്. പിന്നെ പബ്ലിക് ഹോളിഡേയ്സ്, അതായത് ഗവൺമെൻറ് ഹോളിഡേയ്സിൽ നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ റെഗുലർ സാലറിയേക്കാളും 1.5 ടൈംസ് കൂടുതലാണ് അന്നത്തെ ദിവസം നിങ്ങൾ ജോലി ചെയ്യുന്നതിന് നിങ്ങൾക്ക് കിട്ടുന്നത്. നല്ല അഡ്വാൻറ്റേജ് അല്ലേ? അതില്ലാതെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നറിയാമോ? ഇപ്പം ഇൻ കേസ് ഏതെങ്കിലും ഹോളിഡേ സാറ്റർഡേയോ സൺഡേയോ വരുവാണെങ്കിൽ അത് നിങ്ങൾക്ക് മൺഡേക്ക് ആക്കി തരും. അത് സൂപ്പർ അല്ലേ? അപ്പം നിങ്ങൾ ന്യൂസിലാൻഡിൽ വരാൻ ആഗ്രഹിക്കുവാണെങ്കിൽ ഈ അഡ്വാൻറ്റേജസ് ഒക്കെ നിങ്ങൾ മനസ്സിൽ വെക്കണം. പിന്നെ ഇനിയും ന്യൂസിലാൻഡിനെ കുറിച്ച് അറിയാൻ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.